അളിയ ഞാനത് മനഃപൂർവ്വം ചെയ്യണമെന്നത് ചെയ്തൊന്നും അല്ല. ആ സമയത്തൊരു റിഫ്ലക്സ് ആക്ഷനിൽ അറിയാറൊന്ന് തോണ്ടിപ്പോയതാ. നീ എന്നെ എന്തോ ഇതുപോലെയൊക്കെ തോണ്ടിക്കുന്നു. അത് മാത്രമല്ല എന്നെ തള്ളി വരട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ വിഷമിച്ചിരുന്നിട്ടുണ്ടോ? അപ്പൊ ആ സെൻസിൽ അങ്ങ് എടുത്താ തോറിടാ. ഞാൻ വിട്ടു വിട്ടാ വിട്ടു. ഞാൻ ആ സമയത്ത് ഒരു ഇതില് പറഞ്ഞു പോയത്. ആ അമ്മൂമ്മയുടെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ക്ഷമി. എന്തുവാടാ ഇനി നീ അത് വിട്ട് കളാ. നീ ഇനി അത് പിടിച്ച് കേറണ്ട. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒന്നൊക്കെ തരാൻ സിദ്ധുള്ളത് നല്ലതല്ലേ? തന്നെ അടുത്തോടെ തരാൻ പാ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. കേശു പിന്നല്ല പിന്നെ തല്ലി വിട്ടിരിക്കുന്നതിനടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിടിക്കൂ? ലച്ചു ചുമ്മാ എന്റെ അളിയനെ ചൊറയാൻ നിൽക്കല്ലേ. നീ അകത്തെങ്ങാനും പോയിരുന്നേ. கேசு நீ காலையில ஒன்னும் சாப்பிடல. உனக்கு தோசை பிடிக்கலன்னா வேண்டாம். உனக்கு சுடு சுடா புட்டு பப்படம் ஓம்லெட் நான் இப்பவே செஞ்சு கொடுக்கறேன்டா. എനിക്കൊന്നും വേണ്ട. എന്തിനാ പുട്ടുണ്ടാക്കിത്താ? എന്നിട്ട് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ അമ്മൂടെ കഴിക്കുന്ന ബാക്കിയുടെ കേൾക്കാം അല്ലേ അമ്മൂമ്മ? അതില് 10 പൈസ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടല്ലേ ഇറങ്ങി പോവായിരുന്നു. അങ്ങനെ നമ്മുടെ പൈസ ഇല്ലല്ലോ മോനെ. അങ്ങനൊന്നും പറയല്ലേ. വേണ്ടേ കനകാന്റി പറഞ്ഞതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം. മക്കള് വാ. കനാൻറ്റി പറഞ്ഞാല് പുട്ടുണ്ടാക്കി കഴിക്കാം. എനിക്കിത് പുട്ട് വേണ്ട. உனக்கு ரொம்ப பிடிக்கும் தானே. நீ சாப்பிட்டு தான் ஆகணும். நான் இப்பவே சுடு சுடா புட்டு செஞ்சு கொடுப்பேன். அவ்வளவுதான். മക്കളെ വേണ്ട ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. സിദ്ധുവേ മോന് ചേട്ടനെ പോലെ അല്ല, ചേട്ടൻ തന്നെ. ശരി അമ്മൂമ്മ സമ്മതിച്ച്. ചേട്ടൻ തന്നെ. പ്രശ്നം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ പറഞ്ഞു പറഞ്ഞ് നമ്മളെ ബദ്ധശത്രുക്കളാക്കല്ലേ. പെട്ടെന്നൊരു എക്സ്പ്രഷൻ ചേഞ്ച് എന്ത് പറ്റി? അല്ല എന്നാലും നീ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലയോ? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞില്ലേ? ഇനി അങ്ങോട്ട് അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് മനസ്സിലായി. അല്ലേ അപ്പൊ എനിക്ക് തല്ലി കിട്ടിയതല്ലേ ഇപ്പോഴത്തെ വിഷയം? പറയാനും പാടില്ലേ. അളിയാ അക്കടു ചക്കരടാ എന്താടാ? 1000 രൂപയുണ്ട്. ഇത് നിന്റെ കൈ വെച്ചു. ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാമല്ലോ. ഇതിന് അളയിന്റെ തല്ലിട്ടെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യണം? എടാ അങ്ങനെ പറയല്ലടാ. ഞാൻ തല്ലില്ലല്ലോ. ഒന്ന് തോണ്ടിയല്ലേ ഉള്ളൂ. നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നീ ഇത് മേടിച്ചേ. മേടിക്കേ. അങ്ങനെ നീ ചിരിച്ചേ. അങ്ങോട്ട് ചിരിയെന്ന്. കനകാന്റി നിനക്ക് വേണ്ടി സ്പെഷ്യൽ പുട്ടും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടേ പുറത്താവുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? ഓറിടാ.